അവരന്തസ്സായിട്ട് ജീവിക്കുന്ന കുട്ടികളാ. അവർ രണ്ടുപേരും IT പ്രൊഫഷണൽസാ. അവർ പഠിച്ച് വിദ്യാഭ്യാസം നേടി IT പ്രൊഫഷണൽസ് ആയതാ. ഒത്തിരി ഡിസ്ക്രിമിനേഷൻ കുടുംബത്തിൽ നിന്നും സമൂഹത്തിനിടയിൽ നിന്ന് അനുഭവിച്ച് അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാ. അവർ വ്ളോഗേഴ്സാണ്. അവർ വെറുതെ ഇരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് അവർക്കുണ്ട്. അപ്പൊ അവരെ നോക്കിയിട്ടാണ് ഈ സ്ത്രീ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെക്കാളും പോപ്പുലർ ആണ് അവർ രണ്ടുപേരും. ഈ സ്ത്രീനേക്കാളും പോപ്പുലർ ആണ് അവർ രണ്ടുപേരും. എനിക്ക് തോന്നുന്നു ഇവരാരൊക്കെയോ പിരികേറ്റി വിട്ടിട്ടുള്ളതാ. അതെ, അകത്ത്, അതായത് ഇവര് പോകുന്ന സമയം വരെ ഇവര് പറഞ്ഞ സന്ദർഭവും ഈ കാര്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അക്ബറുമായിട്ടുള്ള വിഷയത്തിൽ അക്ബറിനെയാണ് അവർ സംസാരിക്കേണ്ടത്. വൈ ക്യൂർ ആളുകളോ അവിടെ പറയേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യമേ ഇല്ല. അതൊരു സ്ട്രാറ്റജി ആണ്, പക്ഷെ അത് ഏറ്റില്ല എന്നുള്ളതാ. കാരണം അതിന് ലാലേട്ടൻ തന്നെയാണ് ബെസ്റ്റ് ആൻസർ കൊടുത്തത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര അധികം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ പറയണമെങ്കിൽ അയാളുടെ ഉള്ളിൽ എത്രത്തോളം അത് കൊണ്ടിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ബിഗ് ബോസ് ഒരു ഷോയാണ്. എല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നൊന്നുമില്ല. വളരെ കുറച്ച് ആളുകളെ മാത്രമേ അത് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുള്ളൂ. നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം പ്രതിഫലനമാണ് അത്തരത്തിലുള്ള റിയാലിറ്റി ഷോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പക്ഷേ എന്നിരുന്നാലും ഒരു യുവതലമുറയുടെയും കുറച്ച് കുടുംബങ്ങളുടെയും ഒക്കെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ട്. പക്ഷെ അതേസമയം ലാൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മലയാളികളുടെ ഒരു ഒരു സ്പന്ദനം തന്നെയാണ് ലാലേട്ടൻ. ലാലേട്ടനെ പോലെ ഒരാൾ അങ്ങനെ ഹേർട്ട് ആവണമെങ്കിൽ, അങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നു മറ്റാളുകളെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തം മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം തന്നെ. അത് ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വോയിസ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് എല്ലാവരും കരുതിയത് മസ്താനി പുറത്താവുന്നതാണ്. കാരണം ഒരു പുരുഷനെയാണ് അവര് അലിഗേഷൻ ചെയ്തത്, അല്ലേ? അത് ഈ സ്ത്രീയുടെ പിൻബലത്തോട് കൂടിയിട്ട് തന്നെയാണ്. അപ്പൊ അവര് ഓൾറെഡി ഫേക്ക് ആണ്. അവിടെ ഒരു പുരുഷനെ കുറിച്ചും പറഞ്ഞു, മറ്റൊരു മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ കുറിച്ച് അവരത് പറഞ്ഞു. അപ്പൊ അവര് ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് അവർ തെളിയിച്ചു, അല്ലേ? അപ്പൊ നമുക്കറിയാം അത് മനുഷ്യത്വമുള്ള ആളുകൾക്ക് അറിയാം ആരാണെന്ന്. പക്ഷെ ഈ വെട്ടുകളികൾക്കോ ഹേറ്റേഴ്സിനൊന്നും അതറിയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്തോട്ടെ. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം അഞ്ജലി അമീർ വന്നപ്പോഴും, ജാൻമണി വന്നപ്പോഴും, ദിയാസന വന്നപ്പോഴും, ജസ്ല മാടശ്ശേരി വന്നപ്പോഴും, നാദ്ര വന്നപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അവർ ജീവിക്കുന്നല്ലേ. ഐ തിങ്ക് അഭിഷേക് വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള സംസാരം ഒരു പ്രത്യേകതരം റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ഷോയിൽ വരുന്ന പലരും അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ടാണ്. ഇപ്പോൾ ജസ്ല മാടശ്ശേരി ആണെങ്കിലും ആ മതവിഭാഗത്തിൽ വന്ന ആളാണ്. നാദിറയാണെങ്കിലും ജാസ്മിൻ ജാഫർ ആണെങ്കിലും റിയാസ് അലീം ആണെങ്കിലും ആദിൽ നൂറ ആണെങ്കിലും അഞ്ജലി അമീർ ആണെങ്കിലും അപ്പൊ ഇവർക്ക് ആകെ പെരിപെരി കൊള്ളാണ്. എന്താണ് നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ്. മതത്തെ വിശ്വസിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞ മതത്തെ തലയിൽ മതം ഭ്രാന്തായിട്ട് നടക്കുന്ന കുറെ ആളുകൾ. ഇതിനെ ശരിക്കും പ്രശ്നമാക്കുന്നത് യഥാർത്ഥ മതവിശ്വാസികളല്ല. ഒരു മതത്തിലും മനുഷ്യനെ ഉപദ്രവിക്കരുത്, മനുഷ്യനെ സ്നേഹിക്കാൻ പാടില്ല, മനുഷ്യനെ കൊല്ലണം, മനുഷ്യനെ നീക്കി നിർത്തണം എന്ന് ഒരു മതങ്ങളും പറയുന്നില്ല. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഇസ്ലാം മതം എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. സ്നേഹിക്കണമെന്ന് പറയുന്നിടത്താണ്. പാപികളോട് പോലും സ്നേഹിക്കണം എന്ന് പറയുന്ന മതങ്ങളുണ്ട് നമുക്കിടയിൽ. ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മതം സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന ആളുകളാണ്. മനസ്സിലായോ? മതം സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന ആളുകൾ. അതായത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന. ഇന്നിപ്പോ പറയുന്നതായിരിക്കില്ല കുറച്ച് സമയം കഴിയുമ്പോൾ. അങ്ങനെ കുറെ പോഡ്കാസ്റ്റ് ആളുകളുണ്ട്. ഇവരൊക്കെ വലിയ മതങ്ങൾ പറയും. എന്നിട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഇവർ പോഡ്കാസ്റ്റും ചെയ്യും. കമ്പ്യൂട്ടർ കാണാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല. എന്നിട്ട് ഇവര് സിനിമയെ കുറിച്ചൊക്കെ ഭയങ്കര വിമർശിക്കും. ഇവര് ഈ ഷോനെ കുറിച്ച് വിമർശിക്കും. അതുകൊണ്ട് വലിയ വലിയ മുസ്ലിംമാരൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്. ചോദ്യമാണ് ഇവരെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് നിസ്കരിച്ചിരിക്കേണ്ട ആളുകൾ ഇവര് ഈ ഷോ കണ്ടിട്ട് ഇത് പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിത് കാണും ചെയ്യും, എന്നിട്ട് ഇവരിത് പറയും ചെയ്യും.
ഭയങ്കര രസമാണിത്. എനിക്ക് തോന്നുന്നു അവർക്ക് യൂട്യൂബിന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഈ അടുത്ത് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഫെഡറലിസത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തത് കുസാറ്റില് മറ കിട്ടിയിട്ടാ അല്ലേ, നമ്മൾ കണ്ടതല്ലേ? അതെ, നമ്മൾ കണ്ടിരുന്നു, ആ വാർത്ത കണ്ടിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ചിന്താഗതിയും ഇവരുടെയൊക്കെ പുരോഗമന സാധ്യതയൊക്കെ അപ്പൊ ഈ ഇങ്ങനെയുള്ള മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ടതാ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങാൻ പാടില്ലെന്ന്. നമ്മള് മലാല യൂസഫ് നൊബേൽ സമ്മാനം വാങ്ങിയതാ. മലാല യൂസഫിനോട് ഇവര് പറയുമോ ഇല്ല സ്റ്റേജിൽ കയറരുതെന്ന്? അപ്പൊ ഇവരെ പോലുള്ള ഒരു സൗകര്യപൂർവ്വം അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ വിശ്വാസികള് സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകള് അവരുടെ പ്രണയം, അതിപ്പോ ട്രാൻസ്ജെൻഡർ ആയാലും മെൻ ആൻഡ് വുമൺ ആയാലും, അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് ജാസി അവരുടെ പ്രണയത്തെ കുറിച്ചൊക്കെ വളരെയധികം മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവരുടെ പ്രണയം പുറമെ കാണിക്കുന്നത് കാണുന്ന ആളുകളെ വഴിതിരിച്ചു വിടുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നതിൽ ന്യായമുണ്ടോ? കാരണം അങ്ങനെ എല്ലാത്ത ആളുകളും, അതായത് ഇപ്പം നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സിസ് വുമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്മെൻ ആയിട്ടുള്ള ആളുകൾ അവരുടെ പ്രണയം പുറത്ത് കാണിക്കുന്നുണ്ട്. അതിൽ തെറ്റ് കാണിക്കാതെ നിങ്ങൾ ഇതിലും ഒരു പ്രശ്നമാണ് നോർമൽ. അതെ, ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോ ഞാൻ അത് ശ്രദ്ധിച്ചു. എനിക്ക് എന്ത് പറയണം എന്നുള്ളൊരു സംശയമാണ്. എല്ലാവർക്കും അത് പ്രശ്നമാണ്. നമുക്ക് ഇങ്ങനെ ഭാഷകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതെ, നമ്മളിനി യൂസ് ചെയ്ത് വന്നല്ല, അതെന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ആ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അസാധാരണക്കാരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സമൂഹത്തിന്റെ മുഴുവൻ പ്രതിഫലനം അങ്ങനെ തന്നെയാണ്. അത് ശീലിച്ചു ഹർഷയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ചിലര് സ്ട്രൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നോർമൽ എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ഞാന് എന്താ പറയാ, വളർന്നു വന്നത് തന്നെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കേട്ട കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മുടെ വായിന്നത് വരും. യെസ്, ഡെഫിനറ്റ്ലി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ചേഞ്ചിങ്. ഒന്ന് ഈ അവര് യഥാർത്ഥത്തിൽ ജാസി എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് ഈ ജാസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാല് ഷീസ് എ ഗുഡ് പേഴ്സൺ. അവരവരുടെ ലൈഫ് ജീവിക്കുന്നതാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. അവര് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വൈ അവര് ജീവിക്കട്ടെ. അവർ പറയുന്ന കാര്യങ്ങൾ വിയോജിപ്പുണ്ടെങ്കിൽ വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ പാർട്ട്ണറെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ചുറ്റുപാടിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത്. കാരണം അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറൽ ആവുന്നത് കൊണ്ടോ അവർ ഇൻഫ്ലുവൻസ് ആവുന്നത് കൊണ്ടാണല്ലോ നമുക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നത്. ഇവിടെ എത്രയോ ട്രാൻസ് വ്യക്തികൾ പാർട്ട്നേഴ്സിനെ കൊണ്ട് നടക്കുന്നുണ്ട്. അവരാരെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ. വൈ ജാസി? സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ജലസാണ്. നിങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ ലൈക്കും കമൻറ്റും അവർക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജാസിയെ സംബന്ധിച്ചോളം വളരെ ടാലൻറ്റഡ് പേഴ്സണാണ്. ഞാൻ വളരെ ജാസിയുടെ റീലൊക്കെ കണ്ട് ചിരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. അതേസമയം ജാസി മീഡിയാസിൽ വന്ന് പറയുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പും പ്രകടിപ്പിക്കാറുണ്ട്. ജാസിയോട് ഞാൻ പറയാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ജാസി എന്നോട് പറയും, ചെയ്തല്ലേ എനിക്ക് തെറ്റുപറ്റി, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം ഞാൻ പറയും സോറി പറയണം. ചില സമയത്ത് മാപ്പും പറയും. അത് നല്ല ക്വാളിറ്റിയാ. മനസ്സിലായോ? നമ്മളെല്ലാവരും എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ജീവിതം എടുത്താലും ഹിറ്റ്ലറുടെ ജീവിതം എടുത്താലും എബ്രഹാം ലിങ്കന്റെ ജീവിതം എടുത്താലും അതൊക്കെ എഴുതപ്പെട്ടതാ. ഇനി അവരെഴുതിയാ പോലും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യം എഴുതും അവര് ഇല്ല. കുറെ ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ട് അവര് എഴുതത്തുള്ളൂ. തീർച്ചയായിട്ടും സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ അവര് മറച്ചു വെച്ച് നല്ല കാര്യങ്ങൾ അവർ എഴുതത്തുള്ളൂ. ഞാനായാലും എൻ്റെ ബുക്ക് എഴുതുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതത്തില്ല. അതെ, തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്റെ എല്ലാ ആളുകളുടെയും ജീവിതം അങ്ങനെ തുറന്നു വെക്കാനുള്ളതല്ല. നമുക്ക് ഓരോ പ്രൈവസി ഉണ്ട്. അത് നമ്മുടെ പ്രൈവസി, നമ്മുടെ സ്വകാര്യതയാണ്. അതെല്ലാവർക്കും മുമ്പിലും തുറന്നു വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത് തന്നെയാണ് എനിക്കും ജാസിനെ കുറ്റപ്പെടുത്തുന്നവരോട് പറയാനുള്ളത്. നിങ്ങൾ വലിയ യോഗ്യരായിട്ട് വേണം അവരെ കുറ്റപ്പെടുത്താൻ. അവർക്ക് കഴിവുള്ളത് കൊണ്ടാണ് അവര് ആ സോഷ്യൽ മീഡിയ അങ്ങനെ ചെയ്യുന്നതും, അവരിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതും, അവർ നൃത്തം ചെയ്യുന്നതും, അവർ പാട്ട് പാടുന്നതും, അവർ കോമഡി ചെയ്യുന്നതും, അവർ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതും, അവർ പൈസ ഉണ്ടാക്കുന്നതും, അവർ നല്ലൊരു പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ പോകുന്നതും, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ അവരെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ശല്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലൊരു ബുദ്ധിമുട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എനിക്ക് പറയാനുള്ളത് എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളോടാണ്. നമ്മൾ ഓൾറെഡി വളരെ ബുദ്ധിമുട്ടും സങ്കടവും വിഷമമൊക്കെ അനുഭവിച്ച ആളുകളാണ് നമ്മൾ. അപ്പം നമുക്കറിയാം നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടും സമൂഹത്തിൽ നീക്കി നിർത്തലും. നമ്മൾ തന്നെ മറ്റൊരാളെ അങ്ങനെ ചെയ്യുമ്പോൾ
ശരിയല്ല. ഞാൻ പലപ്പോഴും ജാസി മാത്രമല്ല, രേണുസുധീനെ പോലുള്ള ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ തന്നെ അങ്ങനെ പോയി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ചുമ്മാ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഇരുന്നെങ്കിൽ അവര് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതെ, ഒരിക്കലും ഉയർന്നു വരില്ല. എവിടെയായിരുന്നു തുടങ്ങുന്നത് അവിടെ തന്നെ നിൽക്കും. മഞ്ജു വാര്യരോട് ഇന്ന് നമ്മൾ പറയത്തില്ലല്ലോ. ഇല്ല. 14 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇതിന് ഭർത്താവിനെ ഉപേക്ഷിച്ച് സിനിമയിൽ വന്നു, സ്വന്തം മകളെ ഉപേക്ഷിച്ച് നീ സിനിമയിൽ വന്നു അന്ന് ചോദിച്ചിരുന്നു. ആ ചോദിച്ച ആൾക്കാരാണ് ഇന്ന് അവളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. അതെ, തീർച്ചയായും. സെയിം തന്നെയാണ്. ഇന്നലെ രേണുസുധി ദുബായിലേക്കാ പറഞ്ഞത്. അപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരോ ഈ പുച്ഛിക്കുന്ന ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. അവരൊക്കെ അവരെ പോയി പണി നോക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ജാസിയെ ഇനിയും മുന്നോട്ട് പോകണം വളരെ ഹാപ്പിനെസ് ആയിട്ട്. ഒരാളുടെയും കമന്റോ ഒരാളുടെയും ത്രെട്ടനിങ്ങോ ബ്ലെയിമിങ്ങോ ഹറാസിങ്ങോ ഒന്നും. ജാസി ബോൾഡാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇന്നും സമൂഹത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി LGBTQ+ കമ്മ്യൂണിറ്റി അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് പ്രായമായവരെന്ന് മാത്രമല്ല, ഇപ്പൊ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും പലർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അത് ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും അങ്ങനെ അംഗീകരിക്കാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തില് കമ്മ്യൂണിറ്റി ആ ഒരു ഇൻവിസിബിലിറ്റിയിൽ നിന്ന് വിസിബിലിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് പെട്ടെന്നാണ്. കേരളത്തില് മറ്റ് നാടുകളിലാണെങ്കിൽ ഓൾറെഡി അവര് ഒരു വിസിബിലിറ്റിയിലുണ്ട്. അവര് പല കൾച്ചർ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തില് സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, മറ്റ് നാടുകളിലെ പോലെ ഇവരിവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ അവർ സെക്സ് വർക്ക് ചെയ്ത് വരുന്നപ്പോൾ ഇതൊക്കെ മറ്റു നാടുകളിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇവരിപ്പോഴും ഇവിടെ തുടങ്ങിയോ, എനിക്ക് ഇവർ ബെഗേഴ്സ് ആണ് സെക്സ് വർക്കേഴ്സ് ആണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അത് മാറി. ഇപ്പം അവർ പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പം ആർട്ടിസ്റ്റുകളാവുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അവർ പഠിക്കുമ്പോഴൊക്കെ ഇവർക്ക് ഇതിനൊക്കെ കഴിയുമോ എന്നുള്ള ചോദ്യം ഉണ്ടാകും. അപ്പോൾ പുതിയ തലമുറ കുറച്ചും കൂടി ബെറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഫ്റ്റർ കൊറോണ, പ്രീ കൊറോണ, പോസ്റ്റ് കൊറോണ നമ്മൾ നോക്കുകയാണെങ്കിൽ ജെൻസിനെ നമ്മൾ എപ്പോഴും കുറ്റം പറയും. ജെൻസി, ആൽഫ, അവർക്ക് ബോധമില്ല, അവർ വേറൊരു വേൾഡിൽ അല്ല. അവർക്ക് നല്ല നോളജ് ഉണ്ട്. അവർ ലോകം അവരുടെ കയ്യിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോളേജിൽ ഒരു പ്രൊഫസറേക്കാൾ നല്ല നോളജ് സെൻസ് ചിലപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാ വെച്ചാൽ അങ്ങനെ ഒരു ഇൻ്റർനെറ്റ് സൈബർ ലോകം അവരുടെ കയ്യിലായിട്ടുണ്ട്. അവരത്രത്തോളം ഇൻഫർമേഷൻ അവരെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കലാമേഖലകളിൽ, സാഹിത്യ മേഖലകളിൽ, ആർട്ടിസ്റ്റ് ലെവലിൽ, പൊളിറ്റിക്സിൽ, പല കാര്യങ്ങളിൽ ആ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, കേരളത്തിലെ 3ാം റാങ്ക് നേടിയിട്ടാണ് അനീറ്റ എന്ന് പറയുന്ന ട്രാൻസ് വുമൺ മഹാരാജാസ് കോളേജിൽ നിന്ന് പാസ്സായത്. അതും ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് ബിരുദം നേടിയത് അനീറ്റ. അത് എനിക്ക് തോന്നുന്നു വലിയൊരു ചേഞ്ചാ. അതുപോലെ സിയ പഠിക്കുന്നുണ്ട്, സഞ്ജന സെന്റ് തെരേസാസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാ ലോ കോളേജിലും 2% സീറ്റ് സംവരണം ചെയ്ത് ഗവൺമെന്റ് ജിയോ വന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒത്തിരി ആളുകൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോനാണ് ആദം ഹാരി, ഹീസ് എ ഫസ്റ്റ് ട്രാൻസ്മെൻ പൈലറ്റ് ഇൻ ഇന്ത്യ. ഇപ്പം അവൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. അവന് സ്കോളർഷിപ്പ് കൊടുത്തത് ഇവിടുത്തെ ഗവൺമെൻറ് ആണ്. അതുപോലെ ഡോക്ടർ വിഭ, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ. അതുപോലെ ആയുർവേദ ഡോക്ടർ പ്രിയ, അഡ്വക്കേറ്റ് പത്മലക്ഷ്മി, നിരവധി പേര്, നിരവധി പ്രൊഫഷണൽ, ടീച്ചർ അനീറ, കർഷക സ്ത്രീ ആയിട്ടുള്ള ശ്രാവന്തിക, അങ്ങനെ എത്രയോ ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മീഡിയ പേഴ്സൺസ് ആയിട്ടുള്ള ആളുകളുണ്ട്. സ്വീറ്റി ബെർണാഡ്. അപ്പം എത്രയോ ആളുകൾ പലതരത്തിൽ വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ സൂര്യയെ പോലെ, നെഞ്ചമ്മയെ പോലെ, സീമാവേന്ദ്രനെ പോലെ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ജാൻമണിയെ പോലെ. എനിക്ക് തോന്നുന്നു മറ്റ് നാടുകളിൽ വന്ന ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള അവിനാശ്, ജാൻമണി, ശശാങ്ക്, ഇവരെയൊക്കെ അംഗീകരിക്കുന്ന ഒരു നാടായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ സോഷ്യൽ ചേഞ്ചസ് ആണ്. അതെ, ഇനിയും അംഗീകരിക്കാത്തവർ അംഗീകരിക്കണ്ട. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് ഒരു സോഷ്യൽ. അതിലപ്പുറം കുടുംബശ്രീകളിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്.
അവര് കില പോലുള്ള സംവിധാനങ്ങൾ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് അവർ പോകുന്നുണ്ട്. അവര് പല നൃത്ത സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്. അവര് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടും യൂബർ ഡ്രൈവർമാരായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. മെട്രോ പോലുള്ള സംവിധാനങ്ങളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് ഹോട്ടലുകളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെയുള്ള മാറ്റം, ആ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ സാമൂഹികപരമായിട്ടുള്ള മാറ്റം. അത് ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ, വിദ്യാർത്ഥികളുടെ, ഇവിടുത്തെ കലാകാരന്മാരുടെ, എല്ലാ മനുഷ്യരുടെയും കൂട്ടായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം കൊണ്ട്, മാധ്യമ പ്രവർത്തകരുടെ അടക്കം സപ്പോർട്ടീവ് സിസ്റ്റം കൊണ്ട് കൂടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. അതിനെ ഈ പറയുന്ന സൈബർ സ്പേസിലിരുന്ന് സംസാരിക്കുന്ന ആളുകളുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. കാരണം അവരും നമ്മൾ തമ്മിൽ വളരെ അന്തരമുണ്ട്. ഇവർ വിചാരിക്കും ഇവര് കാണാത്ത വേറൊരു ലോകമുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ വളരെ ശക്തരാണ്. 99% ആളുകളും ലോകത്തില് ബൈസെക്സൽസ് ആണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് വളരെ ശതമാനക്കുറവിലുള്ള ഈ ഹെട്രോസെക്ഷൽ ആളുകൾ നമ്മളെ ബ്ലെയിം ചെയ്യുന്നത്, നമ്മളെ ത്രെട്ടണിങ് ചെയ്യുന്നത്. യുനോ, അപ്പൊ നമ്മളെന്തിനു പേടിക്കുന്നത്? നമ്മൾ ഭൂരിപക്ഷമാണ്, ന്യൂനപക്ഷമല്ല. അതെ, ശരിക്കും നിങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. അല്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും, ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ പോലെ, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഫെമിനൈനും മാസ്കുലിനും ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. അതെ. അതെപ്പോഴാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ആണ്. നമ്മൾ പ്രകടിപ്പിക്കുകയാണ്, നമ്മൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഐഡന്റിറ്റിയെ. നിങ്ങൾ ഇത്ര ബോൾഡായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഹോർമോണിൻ്റെയും നിങ്ങളുടെ ജീനിൻ്റെയും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൻ്റെയും നിങ്ങളുടെ ഐഡന്റിറ്റിയുടെയും നിങ്ങളുടെ പ്രൗഡ്നെസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇതേ നിങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ സാഹചര്യവും മത സാഹചര്യവും നിങ്ങളുടെ കുടുംബ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് ചുമ്മാ ഇരുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതെ. നിങ്ങളുടെ ഉള്ളിൽ ആ മസ്കുലിനും ഫെമിനിനും ആയിട്ടുള്ള ഇടകലർന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ധൈര്യപൂർവ്വം എന്റെ മുമ്പിൽ അവതാരികയായിട്ടിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മളും എവിടെ തുടങ്ങിയോ അവിടെ അവസാനിച്ചു. ഡെഫിനറ്റ്ലി നമ്മൾ ആ സോഷ്യൽ ഫിയർ കൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇരിക്കണം, അങ്ങനെ കുറച്ച് പേര് ഇരിക്കണം എന്നുള്ള ആളുകളാണ് എതിർപക്ഷത്തുള്ളത്. നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നവരുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു സെക്ഷൻ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു രീതിയിൽ ഈ ഒരു ചർച്ച ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ താങ്ക് യു സോ മച്ച്.